എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒത്തിരി കൂട്ടുകാർ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു 3 മീറ്റർ മെറ്റീരിയലിനകത്ത് എങ്ങനെ സ്ലീവ് മാർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കൂടെ അതിൻ്റെ ഒരു ഡിസൈനും. ഈ ഒരു മെറ്റീരിയൽ നീളത്തിലെടുത്തിട്ട് പകുതി മടക്കിയിരിക്കുകയാണ്. നമ്മുടെ വീതിക്ക് മടക്കിയിരിക്കുകയാണ്. ഇങ്ങോട്ടാണ് വീതി കൊടുത്തിട്ടുള്ളത്. ആ വീതിക്കാണ് ഇത് 2 മടക്കാക്കിയിട്ടുള്ളത്. ഇങ്ങോട്ട് താഴത്തോട്ട് നീളത്തിലുമാണ് മടക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അറ്റത്തെ ഒരു ഭാഗമാണിത്. ഒരു ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഭാഗത്ത് നമ്മൾ നെക്കിനും മാർക്ക് ചെയ്യുക, ഒരു ഭാഗത്ത് ഇതുപോലെ സ്ലീവിനും മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിനകത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം തൊട്ട് ഇപ്പുറത്ത് നമുക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതൊരു ലൈനായിട്ട് വരച്ചെടുക്കാം. ഇനി ഈ ഒരു ലൈനിനകത്താണ് നമ്മൾ ആ ഒരു പിക്ചർ വെച്ച് വരയ്ക്കേണ്ടത്. ഇതാണ് നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പിക്ചർ. അതിനു മുമ്പായിട്ട് നമ്മൾ വൈറ്റ് കാർബൺ പേപ്പറാണ് വെച്ചിട്ടുള്ളത്. വൈറ്റ് കാർബൺ പേപ്പർ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഡാർക്ക് മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയലിനകത്ത് ആ ഒരു പിക്ചർ എടുത്ത് കാണിക്കണമെങ്കിൽ ഇതുപോലെ വൈറ്റ് കാർബൺ പേപ്പർ തന്നെ നമ്മൾ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഡിസൈൻ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. ഇനി നമ്മൾ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ആ പേപ്പറിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ലൈനും അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയലിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ലൈനും ഒരുപോലെ വെച്ചിട്ട് വേണം നമുക്കത് വരച്ചെടുക്കാൻ. അല്ലെങ്കിൽ അത് വളഞ്ഞ് അങ്ങനെ ഒരു ഷേപ്പില്ലാത്ത രീതിയിലൊക്കെ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പാറ്റേൺ നമുക്ക് വരച്ചു കൊടുക്കണമെങ്കിൽ. ഈ പാറ്റേൺ ഞാൻ 3 ഭാഗമായിട്ടാണ് വരച്ചെടുക്കുന്നത്. ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് ഒരു ഭാഗമായിട്ട്, അതുപോലെ തന്നെ കുറച്ച് മുകളിലൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയും കുറച്ച് മുകളിലായിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഡിസൈനായിട്ടാണ് ഈ ഒരു ലൈനുകളൊക്കെ കൊടുക്കുന്നത്. ഇതിനകത്ത് ആദ്യത്തെ ലൈനിൽ നമ്മൾ കട്ട് ബീഡ് വെച്ചിട്ടും അതുപോലെ ബീഡ്സൊക്കെ വെച്ചിട്ടും ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഭാഗത്താണെങ്കിൽ ത്രെഡ് വെച്ചിട്ടും, മൂന്നാമത്തെ ഭാഗത്തും ഇതുപോലെ തന്നെ കട്ട് ബീഡൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ലൈനായിട്ട് വരയ്ക്കാതെ ഒരു ഡോട്ടായിട്ട് നമുക്ക് ആ ഒരു ലൈൻ വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ആ ഒരു ഡിസൈൻ ട്രേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമ്മൾ ആ ഒരു പിക്ചറിൽ വരച്ചതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു പാറ്റേൺ ഇതിൽ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു കട്ട് ബീഡും അതുപോലെ ബീഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്തെടുക്കാം. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈനും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക.